ദൈവത്തിന് മുമ്പാകെ നീ കുറവിലുള്ളവനെന്ന് നീ നിന്നെ തന്നെ എണ്ണാറുണ്ടോ? എന്നാൽ തിരുവചനം നിന്നെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് കേൾക്കുക. ന്യായാധിപന്മാർ 6 ഗിദെയോൻ തന്റെ കുടുംബത്തിലെ ഏറ്റവും ദുർബലനെന്ന് സ്വയം വിശേഷിപ്പിച്ചു. എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞു, നിനക്കുള്ള ശക്തിയോടെ പോവുക. അങ്ങനെ ഗിദെയോൻ വെറും 300 പേരെ കൊണ്ടുചെന്ന് മിദ്യാന്യരെ പരാജയപ്പെടുത്തി ഇസ്രായേലിയർക്ക് വിജയം സമ്മാനിച്ചു. ഹല്ലേലൂയ. 1 സാമുവേൽ 17 ദാവീദ് വെറും ഒരു ഇടയ ബാലനായിരുന്നു. എന്നാൽ ഗോലിയാത്തിനെ പരാജയപ്പെടുത്താൻ അവൻ വെറും ഒരു കവണ ഉപയോഗിച്ചു. ആയുധങ്ങളിൽ ഏറ്റവും ചെറിയ ഒരു കവണ, പക്ഷികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഒരു കവണ. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ദുർബലമായതിനെ കർത്താവ് ഉപയോഗിക്കുന്നു, അത് വിജയമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. തന്റെ അരുമശിഷ്യനായ പത്രോസ് 3 തവണ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എങ്കിലും പെന്തക്കോസ്താ ദിനം അവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ 3000-ൽ പരം ആളുകൾ അന്ന് തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് സഭയോടൊപ്പം ചേർന്നു. ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവം എല്ലാം തികഞ്ഞവരെ തിരഞ്ഞെടുക്കുന്നില്ല. അവൻ ബലഹീനരെ തിരഞ്ഞെടുക്കുകയും അവരെ യോഗ്യരാക്കി മാറ്റുകയും ചെയ്യുന്നു. അവരുടെ ബലഹീനതയിൽ കർത്താവ് കടന്നു വരുമ്പോൾ അവർ ബലമുള്ളവരായി തീരുന്നു, അവർ ശക്തി പ്രാപിക്കുന്നു. അങ്ങനെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമുക്ക് വിജയം സമ്മാനിക്കുകയും ചെയ്യുന്നു. ആ വിജയത്തിൽ അഹങ്കരിക്കാതെ ദൈവസന്നിധിയിൽ എളിമയോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും.